ഹായ് സ്റ്റുഡൻസ്, CA ഫൗണ്ടേഷൻ ഫോർത്ത് പേപ്പർ ആയിട്ടുള്ള എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്ററിലും ചാപ്റ്റർ വൈസ് എത്രയാണ് വെയിറ്റേജ് വരുന്നത്, അതുപോലെ തന്നെ നമ്മൾ എക്സാമിനെ കുറിച്ചുള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നിവയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ നമ്മുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 hours ആണ്. സോ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, എല്ലാം MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മിക്ക ക്വസ്റ്റ്യനിലും 4 ഒബ്ജക്റ്റുകളായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 4 ഓപ്ഷൻസ് ഉണ്ടാവുക. ഓക്കെ, അതിലേതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ OMRൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യണം. അങ്ങനെയാണ് ഫോർത്ത് പേപ്പർ ആയിട്ടുള്ള എക്കണോമിക്സ് വരുന്നത്. ഓക്കെ, അതിന്റെ എക്സാം അങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് നോക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് വെയിറ്റേജ് വരുന്നത് വെച്ചാൽ ഫസ്റ്റ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 5 മാർക്സിന്റെ വെയിറ്റേജ് ആണ് വരുന്നത്. ഓക്കെ, യെസ്. അതുപോലെ തന്നെ നോക്കിയാൽ അതിൽ തന്നെ യൂണിറ്റ് 1 and 2 ഉണ്ട്. സോ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതിന് 10 മാർക്സിന്റെ വെയിറ്റേജ് വരുന്നുണ്ട്. അതിലും 1, 2, 3 യൂണിറ്റുകളുണ്ട്. അതുപോലെ തന്നെ പിന്നെ നോക്കട്ടെ തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, അതിനും 10 മാർക്സ്. പിന്നെ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ ഡിഫറെന്റ് മാർക്കറ്റ്സ്, അത് എന്താണ് 15 ഇതിന്റെ വെയിറ്റേജ് വരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ അതൊന്നുകൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കണം, കാരണം 15 മാർക്സിന്റെ വെയിറ്റേജ് ആണ് ആ ചാപ്റ്റർ വരുന്നത്. അതുപോലെ തന്നെ നോക്കിയാൽ യൂണിറ്റ് 1 അതുപോലെ തന്നെ മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് മാർക്കറ്റ്സ്, അതിൽ വീണ്ടും 3 യൂണിറ്റ്സ് വരുന്നുണ്ട്. പിന്നെ അടുത്ത ചാപ്റ്റർ ആണ് ചാപ്റ്റർ 5 ബിസിനസ് സൈക്കിൾസ്, അതിന് 5 മാർക്സിന്റെ ആണ്. അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് നാഷണൽ ഇൻകം, അതെന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത്, ഒരു പ്രോബ്ലം ബേസ്ഡ് ചാപ്റ്റർ ആയിട്ട് വരുന്നത്. സോ ഒന്നുകൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ കാര്യങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ട് തന്നെ വരും. ഓക്കെ, യെസ്, അതിന്റെ ഇക്വേഷൻസ്. അതുപോലെ തന്നെ അതിന് 15 മാർക്സിന്റെ വെയിറ്റേജ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് പബ്ലിക് ഫൈനാൻസ് ആണ്, അത് 10 മാർക്സ്. അതുപോലെ തന്നെ പിന്നെ അടുത്തത് വരുന്നതാണ് മണി മാർക്കറ്റ്, 10 മാർക്സ്. ഇന്റർനാഷണൽ ട്രേഡ് വീണ്ടും 10 മാർക്സ്. ഇന്ത്യൻ എക്കണോമി 10 മാർക്സ്. അങ്ങനെ ടോട്ടൽ 100 മാർക്സിന്റെ വെയിറ്റേജ് ആണ് ടോട്ടൽ വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ്, അപ്പൊ വെയിറ്റേജിന്റെ കഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ ഇനി നമ്മൾ നോക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ എക്സാമിന് ശ്രദ്ധിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടൈം നോക്കണം, അല്ലേ? നമുക്ക് 2 hours ടൈം ഉണ്ട്. നമ്മൾ 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അതായത് അരമണിക്കൂറിന് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം? 25 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇവിടെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി ഉണ്ട്. അതായത് സപ്പോസ് ക്വസ്റ്റ്യൻസ് തെറ്റി കഴിഞ്ഞാൽ, അതായത് 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ റോങ് ആയിട്ട് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് 1 മാർക്ക് നെഗറ്റീവ് വരും, അതായത് 1 മാർക്ക് കുറയും. അതായത് ഒരു ക്വസ്റ്റ്യൻ തെറ്റി കഴിഞ്ഞാൽ 0.25, അതായത് 1/4 മാർക്ക് എന്ത് ചെയ്യും, നെഗറ്റീവ് മൈനസ് ആവും. സോ എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഓരോരുത്തർക്കും ഓരോതായിരിക്കും. ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾക്കൊരു 50 or 60% ശരിയാണെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. പിന്നെ അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അറ്റൻഡ് ചെയ്യേണ്ട കേസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത്, ഇപ്പൊ ചില ആളുകൾക്ക് എക്സാമിന് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് കൺസെപ്റ്റുകളൊക്കെ തറവിൽ മനസ്സിലാക്കണം. കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കൺസെപ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ്. ചിലപ്പോൾ നമ്മൾക്ക് കൺഫ്യൂസിങ് ആകുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ നോക്കട്ടെ ടെസ്റ്റിന്റെ പുറകിലുള്ള കുറെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഓരോ ചാപ്റ്ററിന്റെ പുറകിലും ഉണ്ടല്ലോ. യെസ്, അത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 2 or 3 ടൈംസ് നിങ്ങൾ റിവൈസ് ചെയ്യണം. ഓക്കെ, ടെസ്റ്റും തന്നെ ഒരു 2 or 3 ടൈംസ് നിങ്ങൾ പറ്റുകയാണെങ്കിൽ വായിക്കണം. ഓക്കെ, അവിടെ നിങ്ങൾക്ക് അതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ, ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. കൂടുതൽ നമുക്ക് എക്കണോമിക്സിനെ പറ്റി കൂടുതൽ പറയാനില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.